ചാർജർ പ്ലഗിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കാറുണ്ടോ? വൈദ്യുതി ബില്ല് കൂടും. ഇക്കാലത്ത് കുറഞ്ഞത് സ്വന്തമായി 3 ചാർജറെങ്കിലും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഫോണിന്, ലാപ്ടോപ്പിന്, ഇയർഫോണിന്, വാച്ചിന്, ഇ ബുക്കിന് തുടങ്ങി ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെയും ചാർജറുകൾ എല്ലാം കൂടി നിങ്ങളുടെ കയ്യിൽ എത്ര ചാർജർ ഉണ്ടാകും? ഇനി ചിലരുടെ ചാർജറുകൾ ഒരിടത്ത് ഫിക്സഡ് ആയിരിക്കും. ഫോണിൻ്റെ ചാർജർ ബെഡിനടുത്ത്, ലാപ്ടോപ്പിൻ്റെ ചാർജർ ടേബിളിനടുത്ത്, അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗിൽ കുത്തിയിട്ടുണ്ടാകും. അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ പ്ലഗ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാതെ തന്നെ കറണ്ട് ഉപയോഗിക്കുന്നതിനെ വാംപയർ പവർ എന്നാണ് വിളിക്കാറ്. ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്ത് വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും. എന്നാൽ ഒരു വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗിൽ കുത്തിവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം എത്രത്തോളമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ.